വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയത് സാമൂഹ്യനീതി ലക്ഷ്യമിട്ടുള്ള യാത്രയിലെ നിർണായക നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ശബ്ദവും അവസരവും നൽകുമെന്നും മോദി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് രാജ്യസഭ പാസാക്കിയത്. The bill is passed. Let the lobbies be cleared. Lobbies be opened. Let the lobbies be opened. I shall now put the motion regarding consideration of the Musliman Waqf Repeal Bill 2025 to vote. The question is that the Musliman Waqf Repeal Bill 2025 as passed by Lok Sabha be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The motion is adopted. We shall now take up close by close consideration of the bill. Close to stands part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The clause number 2 is adopted. Clause 1, the enacting formula and the title stand part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. Clause 1, the enacting formula and the title are adopted. 128 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 അംഗങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ബിൽ ഇനി അടുത്ത ഘട്ടം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതാണ്. അതോടെ നിയമമാകും. ബില്ലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് 2 JDU നേതാക്കൾ പാർട്ടി വിട്ടു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇത് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക കക്ഷികളിലൊക്കെ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ 2 JDU നേതാക്കൾ പാർട്ടി വിട്ടതായുള്ള വാർത്ത വരുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ നോക്കിയാൽ ഇത് മുനമ്പത്തോട് കണക്ട് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ബില്ലിന്റെ പ്രതിഫലനങ്ങളായിരിക്കും. ഇന്നലെ രാജ്യസഭയിൽ എത്രത്തോളം സജീവമായിരുന്നു ചർച്ച? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കൂടി വഖഫ് ബിൽ കടന്നിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുകയാണ് അടുത്ത നടപടി. അതോടുകൂടി ഇത് നിയമമായി മാറുകയും ചെയ്യും. ഏതായാലും രാജ്യസഭയിലും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു. ഇന്നലെ 1 മണിക്കാണ് ഈ ചർച്ച ആരംഭിച്ചത്. ആ ചർച്ച ഏതാണ്ട് 12 മണിക്കൂർ നീണ്ടുനിന്നു. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടപടികളിലേക്ക് കടന്നത്. വോട്ടെടുപ്പ് നടപടികളും ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്നു. അങ്ങനെ 1 മണിക്കാണ്, പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ ബില്ല് പാസ്സാക്കി എടുത്തത്. അങ്ങനെ 13.5 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾ എന്ന് തന്നെ പറയാം. ഏതായാലും പലപ്പോഴും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാദപ്രതിവാദവും ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ജോൺ ബ്രിട്ടാസ് സംസാരിച്ചത്. അതിന് മറുപടിയുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. പക്ഷേ രാത്രി ജോർജ് കുര്യൻ സംസാരിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. കാരണം മുനമ്പം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ജോർജ് കുര്യന്റെ പ്രസംഗം. ജോർജ് കുര്യൻ പരാമർശിച്ചത് മുനമ്പത്തുകാരെ അവിടെ നിന്ന് കുടിയിറക്കാൻ ശ്രമിച്ചു CPM-ഉം കോൺഗ്രസും എന്ന ആരോപണം ഉന്നയിച്ചു. ഒപ്പം കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അസംബന്ധം എന്ന പരാമർശം വലിയ ബഹളത്തിനിടയാക്കി. അത് പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. മാത്രവുമല്ല, വയനാട് അടക്കം പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ അടക്കം വിമർശിച്ചുകൊണ്ടായിരുന്നു ജോർജ് കുര്യന്റെ പ്രസംഗം. ഏതായാലും അതിനുശേഷം സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ല, മറിച്ച് ഒരു വഖഫിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് സർക്കാരിനുള്ളത് എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷം ഏതാണ്ട് 100-ലധികം ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു. കേരളത്തിൽ നിന്ന് ഹാരിസ് ബീരാൻ, ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ, അബ്ദുൽ വഹാബ് തുടങ്ങിയവരൊക്കെ തന്നെ ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തള്ളി തിരിച്ചു ശിവയും DMK നേതാവ് തിരിച്ചു ശിവയും സമാനമായുള്ള ഭേദഗതി കൊണ്ടിരുന്നു. ഈ ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മറ്റ് ഇതര സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചായിരുന്നു. അതെല്ലാം തന്നെ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. അങ്ങനെയാണ് പുലർച്ചെ 1 മണിയോടുകൂടി ഈ ബില്ല് പാസ്സാക്കിയത്. കേരളത്തിൽ നിന്ന് സംസാരിച്ചതിൽ ജോസ് കെ മാണി ഈ ബില്ലിലെ ചില നയങ്ങളെ യോജിക്കുന്നുവെന്ന് അദ്ദേഹം
പറയുകയും ചെയ്തു. അതായത് ഇതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം എന്ന വ്യവസ്ഥയുണ്ട്, അതിനോട് അനുകൂലിക്കുന്നു. പക്ഷേ ഇതര മതങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്താമെന്ന വ്യവസ്ഥ അത് വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദം ജോസ് കെ മാണി ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ പൊതുവെ ബില്ലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിൽ പോലും ചില നയങ്ങളോട്, അതായത് ജോസ് കെ മാണി അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതുകൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരമൊരു നീക്കം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ബില്ല് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടുകൂടി നിയമമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അല്പം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയത് ചരിത്ര നിമിഷം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം സാമൂഹ്യ നീതി ലക്ഷ്യമിട്ടുള്ള യാത്രയിലെ നിർണായക ചുവടുവെപ്പ്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ശബ്ദം നൽകും, അവർക്ക് അവസരം നൽകും എന്നുകൂടി പ്രധാനമന്ത്രി ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ശ്രീജ ചോദിച്ചപ്പോൾ തന്നെ പലയിടത്തും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് JDU-വിന് മേൽ വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ നേരത്തെ മുതൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഈ ബില്ലിനെ പിന്തുണയ്ക്കരുതെന്ന ആവശ്യം പല മുസ്ലിം സംഘടനകൾ നിതീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ബില്ലിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് JDU പോവുകയായിരുന്നു. ഇപ്പോൾ ആ പാർട്ടിയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിട്ടിരിക്കുന്നു. അവർ ഉന്നയിക്കുന്ന കാര്യം കാലങ്ങളായി JDU സ്വീകരിച്ചു പോകുന്ന നിലപാടിന് വിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒട്ടും അനുകൂലിക്കാൻ കഴിയില്ല എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. കാരണം ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ടു മുമ്പാണ് ബീഹാറിൽ ഇത്തരം നേതാക്കൾ ഈ വഖഫ് ബില്ലിന്റെ നിലപാടിനെ അല്ലെങ്കിൽ പാർട്ടി പിന്തുണച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി നിന്ന് കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJP-യുമായി സഖ്യകക്ഷിയാണ് JDU. എങ്കിൽ പോലും അവിടെ മുസ്ലിം വിഭാഗത്തിന്റെ വലിയൊരു വിഭാഗം വോട്ട് അല്ലെങ്കിൽ നിതീഷിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ ഒരു ഘട്ടത്തിൽ വഖഫ് വിഷയമടക്കം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കും. ശ്രീജ, ശരി. സംസ്ഥാന തലത്തിൽ ഇതിനെ പലതരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നലെ മന്ത്രി ജോർജ് കുര്യൻ സഭയിൽ പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു രാകേഷ്.